بكل كمال ومنزه عن كل نفس وهو السميع البصير المتكلم حي لا يموت أبدا كمدا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അത്ഭുതകരമായ, യഥാർത്ഥത്തിൽ തന്നെ മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഉള്ള ആ കറാമത്ത്, മുഅ്ജിസത്ത്, രണ്ടിനും മിറക്കിൾ എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ദി മിറക്കിൾ ബോയ് സഈദ് ജോൺ എഡ്വേർഡ്. കാരണം അദ്ദേഹത്തിന് ജോസഫ് എന്ന് മാതാപിതാക്കൾ പേര് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ 3-ാം വയസ്സിൽ തന്നെ സ്വന്തം പേര് സഈദ് ആണെന്ന് പ്രഖ്യാപിച്ച ആ കൊച്ചുബാലൻ 5-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ടു പരിശുദ്ധ ദീനിന്റെ പ്രചരണം നോർത്ത്, ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഏറ്റെടുക്കുകയും അങ്ങനെ സൗത്ത് ആഫ്രിക്ക വരെ നീണ്ടു നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുഴുവനും പരിശുദ്ധ ദീനിനെ നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ വാക്കാവുകയും ചെയ്ത വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ മലാവിയില്, സെൻട്രൽ ആഫ്രിക്കയിൽപ്പെട്ട മലാവി എന്ന ഒരു കൊച്ചു പ്രദേശത്ത് ആദ്യമായി ദീനി ദഅവ പ്രവർത്തനവുമായി എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹം തൻസാനിയയിൽ അറൂഷ എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകാടുകളിൽപ്പെട്ട ഒരു കാടാണ് അറൂഷ പ്രദേശം. അവിടെയുള്ള ഒരു കാട്ടിലെ കുഗ്രാമത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലായിരുന്നു സഈദ് ജോണിന്റെ ജന്മം. വിശദീകരിക്കാൻ സമയമില്ല. ഹ്രസ്വമായി പറഞ്ഞാൽ ആ കൊച്ചു ബാലൻ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ജീവനില്ല എന്ന് ആശുപത്രിയിൽ ഉള്ള എല്ലാ ഡോക്ടർമാരും വിധി എഴുതി. കുട്ടിയെ സംസ്കരിക്കുവാനുള്ള ഏർപ്പാട് ചെയ്തു. അതിനുവേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് തിരിച്ചു വീട്ടിലേക്ക് മയ്യിത്താണ് എന്ന് കരുതിയ ആ ജനിച്ച കൊച്ചു പൈതലിനെ കൊണ്ടുവരുമ്പോൾ കുട്ടി ഒന്ന് തുമ്മുകയും തുടർന്ന് കരയുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ആശുപത്രിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി മാതാവിനും കുട്ടിക്കും ആ ശുശ്രൂഷകൾ നൽകി. ചുരുക്കി പറഞ്ഞാൽ 3 വയസ്സ് പ്രായം. അതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങളുണ്ട്. ആ കുട്ടിക്ക് ബാധ ഏറ്റതാണ്, അതല്ലെങ്കിൽ സിഹ്ർ ബാധിച്ചതാണ് എന്നെല്ലാം കരുതി പലവിധ ചികിത്സകളും നടത്തിയെങ്കിലും അതിൽ നിന്നെല്ലാം ആ കുട്ടി സ്വയം സംസാരിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ് ഒരു വിരലിങ്ങനെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരീകരിക്കുന്ന ഭാഷയിൽ മാതാപിതാക്കളോട് സംസാരിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ മാതാവും പിതാവും അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. 3 വയസ്സ് പ്രായമായപ്പോൾ സ്വന്തം നാമം ജോസഫ് അല്ല സഈദാണ് എന്ന് പ്രഖ്യാപിക്കുകയും തുടർന്ന് സഈദ് ജോൺ, പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഹസൻ എന്ന പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മാതാവ് അൽഹംദുലില്ലാഹ് ഈ അടുത്ത കാലത്തായി, വളരെ നീണ്ട കാലത്തിന് ശേഷം, മാതാവും സൈനബ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന സഈദ് ജോൺ ഒരു ചെറിയ വ്യക്തിത്വമല്ല, അള്ളാഹുവിന്റെ അത്ഭുത സൃഷ്ടിയാണ്. പരിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫ്രിക്കയുടെ മധ്യഭാഗത്താണ് ദീൻ നിലനിർത്താൻ വേണ്ടി സൃഷ്ടിച്ച ഒരു ബാലനാണ്. 28,000 വ്യക്തികൾക്ക് അദ്ദേഹം കലിമത്ത് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലൂടെ മതം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കുഗ്രാമങ്ങളിലും, പ്രത്യേകിച്ച് കെനിയ, തൻസാനിയ, മൊസാംബിക്, സാംബിയ, സിംബാബ്വെ അതുപോലെയുള്ള ഭാഗങ്ങളിലും മലാവിയിലും വളരെയധികം ദീനിൽ നിന്ന് വഴുതിപ്പോയ വ്യക്തികളെ ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തി മുഖേന ആഫ്രിക്കൻ രാജ്യത്ത് വലിയ വിപ്ലവകരമായ മാറ്റമാണ് വരുത്തിവെച്ചത്. സഈദ് ജോൺ നമ്മുടെ മലാവി എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ സമസ്തയുടെ, അതല്ലെങ്കിൽ അഹ്ലുസുന്ന ജമാഅത്തിന്റെ AP വിഭാഗത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല, നമ്മുടെ പ്രവർത്തകന്മാരുടെ സേവനമായിക്കൊണ്ട് അൽഹംദുലില്ലാഹ് ഡൽഹിയിൽ ജാമിയ ഹസ്രത്ത് നിസാമുദ്ദീൻ ഏറ്റെടുത്തതിന് ശേഷം ധാരാളം സയ്യിദികളും സഖാഫികളും ആ
ഈസ്റ്റ് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ദീനീ സേവനത്തിന് എത്തിപ്പെട്ടു. അവിടെ അദ്ദേഹം സയ്യിദ് ജോണിന്റെ സഹകരണത്തോടുകൂടി അൽഹംദുലില്ലാ സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലും അതുപോലെ തന്നെ പ്രിറ്റോറിയയിലും അതേപോലെ ഡർബൻ, ജോഹന്നസ്ബർഗ് തുടങ്ങിയ മേഖലകളിലും അഭ്യസ്തവിദ്യരായ യൂറോപ്യൻസിന്റെ മുമ്പിലെല്ലാം തന്നെ പരിശുദ്ധ ദീനിന് വളരെ വ്യക്തമായ രൂപരേഖ കാണിക്കൊടുക്കുന്നതിൽ സയ്യിദ് വിജയിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അതിനെ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ഖാദിസിയക്ക് ഭാഗ്യം ലഭിച്ചു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൂചിപ്പിച്ചതുപോലെ ആ ഖാദിസിയയുടെ സന്ദേശം, ഖാദിസിയ യുദ്ധത്തിൽ നടന്ന ആ സന്ദേശം, ദീനിന്റെ മൈത്രി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആ സമത്വ ചിന്ത, സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനുള്ള ആ വാഞ്ച, അതിലൂടെ ദീനുൽ ഇസ്ലാം സ്ഥാപിക്കുന്നതിൽ, ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം ഇതര മതസ്ഥരിലേക്ക് എത്തിക്കുന്നതിൽ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പാന്താവിൽ ജനങ്ങളെ അടിയുറപ്പിച്ചു നിർത്തുന്നതിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊച്ചു ബാലന്റെ, ഈ യുവ പണ്ഡിതന്റെ പ്രവർത്തനങ്ങളും സന്ദേശവും ക്ലാസുകളും നമുക്കൊരു മുതൽക്കൂട്ടാണ്. ഇത് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യയിലും ഉത്തര ഭാരതത്തിലും അതുപോലെ തന്നെ ഏഷ്യ വൻകരയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. സയ്യിദ് ജോൺ ദഅവ ട്രസ്റ്റ് ഫണ്ട് എന്ന പേരിൽ അദ്ദേഹം തൻസാനിയയിലെ ദാറുസ്സലാമിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറുൽ ഉലൂം പ്രിറ്റോറിയ എന്ന് പറയുന്ന മഹത്തായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് സെനത് വാങ്ങി ഇന്ന് അദ്ദേഹം ഒരു പണ്ഡിതമാരുടെ പട്ടികയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത്ഭുതകരമായ സംഭവങ്ങളെല്ലാം നടന്നത് അദ്ദേഹം പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ഒരു കൊച്ചുബാലനായ സമയത്തായിരുന്നു. എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ദഅവാരംഗം ഏറ്റവും ശോഭനമായത്. ഇന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളോടുകൂടി ഇൻഷാ അല്ലാഹ് ലോകത്തെമ്പാടുമുള്ള ദഅവാ പ്രവർത്തനങ്ങളിൽ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിൽ നമ്മോടൊപ്പം ഒരുമിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ദീനി ദഅവാ രംഗത്ത്, ഇസ്ലാമിക പ്രചരണ പ്രബോധന രംഗത്ത് ലോകത്തെമ്പാടുമുള്ള ഗ്ലോബലൈസേഷന്റെ കാലഘട്ടമാണ്. ഇന്റർനെറ്റിലൂടെ, വെബ്സൈറ്റിലൂടെ, യൂട്യൂബിലൂടെ ദീനി പ്രവർത്തനം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സയ്യിദ് ജോണിന്റെ പ്രവർത്തനം ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർക്ക് ആവേശവും മുതൽക്കൂട്ടമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സയ്യിദ് ജോൺ